സാധനം. ഇച്ചിരി തൂസനുള്ള നീളമുള്ളതാണെങ്കിൽ 250 രൂപ, വലുതാണെങ്കിൽ 500 രൂപ. അതാണ് ഇവിടുത്തെ കണക്ക്. ഇതെന്താണ് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ വ്യക്തമാക്കുക. നടപടിയെടുക്ക്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മേഡം ഇവിടെ ഒന്ന് വിളി, ഞങ്ങളുടെ മുൻപിൽ വിളി. വൈകിട്ടുണ്ടാക്കാവുന്നത് നടക്കത്തില്ല, നടക്കത്തേ ഇല്ല. ആ പോവലില്ല, തമ്മിലായിട്ടുള്ള വിഷയങ്ങളുണ്ടായത് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പിട്ട് ഈ ഒരു പരിപാടി ഇതെന്താണ്? എന്താ ഇതിന്റെ എന്താണ് സംഭവിക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മേഡം ഇവിടെ ഒന്ന് വിളി, ഞങ്ങളുടെ മുൻപിൽ വിളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിക്കട്ടെ, അത് കേൾക്കട്ടെ. ലൗഡ് സ്പീക്കർ വിളി വേണം, ലൗഡ് സ്പീക്കർ വിളി. അല്ല കേൾക്കണം, ഞാൻ കേൾക്കണം. ഹലോ സാർ, ഞാൻ ഏവാണ്. ഞാനിവിടെ അവർ വീണ്ടും പ്രസാദം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ഒരു കണ്ടുപിടിച്ചിട്ട് അവർ കുറച്ച് പ്രതിഷേധം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാണ്, നാളെ നാലമ്പലത്തിനകത്തോട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരതിൽ ഒന്നുമില്ല. സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ട് സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത്. അവര് മുമ്പിൽ നിന്ന് സംസാരിക്കണം, പോലീസിന്റെ അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കണം. ഞാൻ സാറേ ഫോൺ കൊടുക്കട്ടെ, ഞാൻ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്. സാർ ഇപ്പൊ നാലമ്പലത്തിനകത്തല്ല ചെയ്യുന്നത്, പുറത്ത് തന്ത്രി മഠത്തിലാ ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ നാലമ്പലത്തിനകത്ത് വായുകോണിൽ ചെയ്യാന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആവശ്യം അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല, കരിപ്പൊടിയൊക്കെ ചേർത്താ ചെയ്യണത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റി. ഇനി നന്നായിട്ട് ചെയ്യാം, ഇന്ന് വൈകുന്നേരത്തോട്ട് നന്നായിട്ട് ചെയ്യാം. ഞാൻ മേൽശാന്തിയാണ് ഇത് ചെയ്യുന്നത്, ഫുൾ ഉത്തരവാദി. ഇത് പ്രിപ്പയർ ചെയ്യണം, ഇഷ്യൂ ചെയ്യണം മേൽശാന്തി. ഞാൻ നോട്ടീസ് കൊടുക്കാൻ പോണു സാർ, നോട്ടീസ് കൊടുക്കാൻ പോണു. ശരി സാർ, ഓക്കെ. അപ്പൊ ഇന്നലെ നടപടികൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം ഉടനെ ആ നടപടി പ്രതീക്ഷിച്ച് സമരം പിൻവലിച്ചു, സീൽ ചെയ്തു. വീണ്ടും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്തുള്ള വേറൊരു കെട്ടിടത്തിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ കൊണ്ടുവന്ന് വീണ്ടും നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഇത് സാറിന് മറുപടി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടിക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. താങ്കളുടെ മറുപടി ഒന്ന് വ്യക്തമാക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി ഇന്നലെ വന്ന കാര്യം ഞാൻ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോട് കൃത്യമായ റിപ്പോർട്ട് ഇന്ന് തന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിനനുസരിച്ച് ആരാണോ ഇതിന് ഉത്തരവാദികൾ അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇന്ന് റിപ്പോർട്ട് തരാൻ. അല്ല സാറേ, ഇന്നലെ ഇത്രയും വിഷയമുണ്ടായിട്ട് മണിക്കൂറുകൾ വീണ്ടും ഇത്രയും അനുവാദം കൊടുക്കുന്ന ആരാണ്? സാർ ചിന്തിക്കണം, ഇന്നലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത്. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഈ നിന്നിട്ട് ഇപ്പൊ എനിക്ക് മറുപടി പറയാമെന്ന് വെച്ചാൽ മറുപടി തരാൻ പറ്റും. ഞാൻ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ഉടനെ എന്താണോ അതിന് വേണ്ട കാര്യങ്ങൾ. അല്ല, അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് അടിയന്തരമായി നടപടി സ്വീകരിക്കണം. സാർ ഒന്ന് അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുത്തേ മതിയാവൂ. റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ ആണോ, എന്താണ് ഇതിനകത്ത് കെമിക്കലാണോ?